ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ മലയാളി ഹോം. ഇന്ന് വളരെ റാൻഡം ആയിട്ടുള്ള ഒരു ടോക്കിംഗ് വീഡിയോ ആണ്. ഇതിനകത്ത് റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ബേസിക്കലി ഞാൻ ഭയങ്കര ക്യാമറ ഷൈ ആണ്. അപ്പം എൻ്റെ ആ ഒരു ഫിയർ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ജസ്റ്റ് ഒരു വീഡിയോ ആണ്. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് സംശയമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന എല്ലാ ഗ്രൂപ്പിലും ഞാനത് ഷെയർ ചെയ്തു. ഫാമിലി ഗ്രൂപ്പ്സ്, കോളേജ്, സ്കൂൾ, പിള്ളേരുടെ സ്കൂൾ ഗ്രൂപ്പ്സ് എല്ലായിടത്തും ഞാൻ ഷെയർ ചെയ്തു. ഭയങ്കര അടിപൊളിയായിട്ടൊന്നുമല്ല, പക്ഷേ ബേസിക്കലി വേറെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുമോ എന്നുള്ള ഒരു ഫിയർ എനിക്കെപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു ഫിയർ ഫസ്റ്റ് തന്നെ അങ്ങ് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ആ ഒരു ഐഡിയയിൽ ഞാൻ അന്ന് എല്ലായിടത്തും ഷെയർ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് വീഡിയോ ചെയ്യുന്ന എനിക്ക് സംസാരിക്കാനും ക്യാമറ നോക്കി സംസാരിക്കാനും ഒക്കെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പം ആ ഒരു ഫിയർ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാം, ഇന്ന് ഇപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ ആക്ച്വലി ഒരു വളരെ ബിലോ ആവറേജ് വീഡിയോ ആയിരിക്കും. നമ്മൾ എപ്പോൾ എന്ത് ചെയ്താലും ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അതെപ്പോഴും ഒരു ബിലോ ആവറേജ് ആയിരിക്കും. ഫസ്റ്റ് കുക്ക് ചെയ്യുന്നത്, ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ, ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്പീച്ച്, എന്തും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും, ഫസ്റ്റ് ഡാൻസ്, എല്ലാം ഒരു ബിലോ ആവറേജ് ആയിരിക്കും. പിന്നെ നമ്മൾ പയ്യെ കുറേ പ്രാവശ്യം ചെയ്താണല്ലോ ഇമ്പ്രൂവ് ആവുന്നത്. അപ്പം ഇത് എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ഞാനിങ്ങനെ സംസാരിച്ച് വീഡിയോസ് എടുക്കാറില്ല പൊതുവേ. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൈക്കാണ്. ഞാൻ ഈ മൈക്ക് മേടിച്ചിട്ട് ആക്ച്വലി ഒരു 6 months കൂടുതലായി. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഇത് മൈക്കിൻ്റെ ഇത് വന്നപ്പോൾ ആക്ച്വലി അതിനകത്ത് ഒരു യൂസർ മാനുവലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിച്ചെടുക്കാൻ വെച്ചിട്ട് സമയമെടുത്തു. പക്ഷെ പഠിച്ചെടുത്തപ്പോൾ ഭയങ്കര സിമ്പിളാണെന്ന് മനസ്സിലായി. പക്ഷെ എന്നാലും പിന്നെ ഒരു മോട്ടിവേഷൻ കുറവും കോൺഫിഡൻസ് കുറവും കാരണമാണ് ഇത്രയും മാസം ഞാൻ തള്ളി നീക്കിയത്. അപ്പോൾ ഫൈനലി ഇതൊന്ന് യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എല്ലാ വർഷവും December 31st വൈകിട്ട് ഞാനൊരു റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ ആ ഒരു പാസ്റ്റ് ഇയർ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ എപ്പോഴും സ്റ്റഡി ചെയ്യും. അപ്പോൾ എനിക്കറിയാം, ഈ വർഷത്തെ ലാസ്റ്റ് ഞാൻ ഈ വീഡിയോസ്, ടോക്കിംഗ് വീഡിയോസ് ചെയ്തില്ലെങ്കിൽ അതായിരിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ റിഗ്രറ്റ്. അപ്പം ഇനിയും കുറച്ചുകൂടെ മാസം ഉണ്ടല്ലോ, അപ്പം കുറച്ചുകൂടെ വീഡിയോസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ എനിക്കെപ്പോഴും തോന്നിയേക്കണേ, നമ്മൾ എപ്പോഴും സിറ്റുവേഷൻസ് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചിലപ്പോൾ ചെയ്യില്ല. ഞാൻ പണ്ട് വിചാരിച്ചത് ഏറ്റവും ബെസ്റ്റ് മൈക്ക് ഉണ്ടെങ്കിൽ, ലൈറ്റ് ഉണ്ടെങ്കിൽ, ട്രൈപോഡ് ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഭയങ്കര അടിപൊളി വീഡിയോ എടുക്കാമെന്നാണ്. പക്ഷേ ഇതെല്ലാം സെറ്റായിട്ട് വരാൻ നേരത്ത് നമ്മുടെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാനുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ, അത് ചിലപ്പോൾ പോവും. അപ്പം എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചെയ്യുക. എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് സെറ്റ് ആക്കണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് ലൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് വെച്ച് ഫൈനലി സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ റീൽസാണ് കൂടുതലും ഷെയർ ചെയ്യാറ്. അതും ട്രാവൽ റീൽസാണ് കൂടുതൽ ഷെയർ ചെയ്യാറ്. റീസൺ ഒന്ന്, എനിക്ക് വെറുതെ വീഡിയോ ഇടാനായിട്ട് ഒരു റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് ഏറ്റവും ബെസ്റ്റ്, ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എന്ന് തോന്നുന്ന റെസിപ്പീസാണ് ഷെയർ ചെയ്യാൻ തോന്നാറ്. ഞാൻ അങ്ങനത്തെ റെസിപ്പീസാണ് കൂടുതലും ഷെയർ ചെയ്തേക്കുന്നത്. എൻ്റെ ചാനലിൽ ആകെ 3 റെസിപ്പി മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസേ ഉള്ളൂ. എനിക്കതിനൊരു ഡെസേർട്ട്, ഒരു ഡെസേർട്ടുണ്ട്, പിന്നെ ഒരു വിപ്പിംഗ് ക്രീം കേക്കുണ്ട്, പിന്നെ ഒരു കസ്റ്റാർഡ് ഉണ്ട്. ഇത് 3 അല്ലാതെ ആക്ച്വലി ഞാൻ ബാക്കിയെല്ലാം ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്ത് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള റെസിപ്പീസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പം മുന്നോട്ടും ചിലപ്പം അങ്ങനെ ഒത്തിരി വീഡിയോസൊന്നും ഇടാൻ ചാൻസ് ഇല്ല. പക്ഷേ എനിക്ക് പറ്റുന്ന പോലെ, എനിക്ക് നല്ലതെന്ന് തോന്നുന്ന വീഡിയോസ് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
അതുപോലെ തന്നെ എനിക്ക് ക്ലീനിങ് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ടോക്കിംഗ് വീഡിയോ ആണോ അതോ സൈലൻറ്റ് വ്ളോഗ്സ് ആണോ? ഒത്തിരി പേര് എൻ്റെ ചാനൽ ഫോളോ ചെയ്തത് ആക്ച്വലി സൈലൻറ്റ് വ്ളോഗ് ആയതുകൊണ്ടാണ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ വെറുതെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ മടുപ്പാണ്. അപ്പോൾ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്ത് കാണാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇടയ്ക്കൊന്ന് സംസാരിച്ച് വീഡിയോ ഇടണമെന്നും തോന്നാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ആക്ച്വലി എനിക്കിപ്പോൾ ഒരു 1400 ആൻഡ് സംതിങ് 444 438 ഫോളോവേഴ്സ് എന്തോ ഉണ്ട് ഇപ്പോൾ ചാനൽ. ഞാനിപ്പം ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഞാനൊരു സീറോയിൽ നിന്ന് തുടങ്ങിയപ്പം ആക്ച്വലി ഒരു 100 ആക്കാൻ തന്നെയുള്ള കഷ്ടപ്പാട് എനിക്ക് നല്ലതായിട്ട് അറിയാം. അപ്പോൾ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ ചാനൽ കാണുന്ന, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന, വീഡിയോസ് കാണുന്ന ഓരോരുത്തരോടും സ്പെഷ്യൽ താങ്ക്സ്. മുന്നോട്ടും കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതിൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടും. അതിനകത്ത് ആക്ച്വലി ഒരു 94% ആളുകൾ, എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾ ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരല്ല. അപ്പോൾ ചില വീഡിയോസിനൊക്കെ നല്ല റീച്ച് കിട്ടാറുണ്ട്. അപ്പോൾ അതിനും താങ്ക്ഫുള്ളാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നൊരു വളരെ ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്. എല്ലാവരെയും ഇഷ്ടപ്പെടത്തില്ല, എല്ലാവരോടും എല്ലാ വീഡിയോസും സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നത്തില്ല ചാനൽസ്. സോ അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഞാൻ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത് ഇത്രയും പേര് എൻ്റെ വീട്ടിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ആ വ്യൂസ് അത്രയും കാണുന്ന ആളുകളും ജസ്റ്റ് ഒരു 20 സെക്കൻഡ്, ചിലപ്പം 10 സെക്കൻഡ് ആയിരിക്കും. പക്ഷേ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പോകുന്ന കുറച്ചധികം ആളുകൾ, അത് ഇപ്പോൾ ആക്ച്വലി നല്ല രീതിയിൽ വ്യൂസിൻ്റെ നമ്പർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് എല്ലാത്തിനും. അപ്പം മുന്നോട്ടും വീഡിയോസ് ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു.